വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന്റെ ആൻസർ കീ റിലീസ് ആയിട്ടുണ്ട്. കുറച്ച് പേര് അറിഞ്ഞു കാണും, അപ്പൊ അറിയാത്തവർക്കായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ CPO കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി അല്ലേ, 18 മുതൽ ജനുവരി 6 വരെയുള്ള എക്സാം ആയിരുന്നു. അപ്പൊ ആ എക്സാമിന്റെ ആൻസർ കീ, അതായത് റെസ്പോൺസ് ഷീറ്റ് റിലീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം SSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ കീ നോക്കുക, നിങ്ങളുടെ ടോട്ടൽ മാർക്കൊക്കെ എത്രയുണ്ടെന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അതിന്റെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ ഡിസംബർ 18 മുതൽ ജനുവരി 6 വരെ പല ഷിഫ്റ്റുകളിലായിട്ട് നടന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ റെസ്പോൺസ് ഷീറ്റ്. അപ്പൊ റെസ്പോൺസ് ഷീറ്റ് കഴിഞ്ഞ ദിവസം മുതൽ ഫ്രണ്ട്സിന് വ്യൂ ചെയ്തു തുടങ്ങാം. കഴിഞ്ഞ 13-ാം തീയതി വൈകിട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഡേറ്റ് കുറവാണ്. 16-ാം തീയതി വരെയാണ് ചലഞ്ചിങ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ. ടെന്റേറ്റീവ് ആൻസർ കീ along with the question paper come response sheet now available, can be accessed through the website ssc.gov.in അല്ലെ. അപ്പൊ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും നൽകി നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ചെക്ക് ചെയ്യുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം, ഏതെങ്കിലും ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം, ഇത് ശരിയാണ് അല്ലെങ്കിൽ SSCക്ക് തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമല്ലോ. അപ്പൊ അതൊക്കെ ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് റേസ് ചെയ്യാനുള്ള ടൈമും അലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്ത അതേ ഓർഡറിൽ ആയിരിക്കില്ല നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വരുന്നത്. കാരണം എക്സാമിന് ഒരു ഷിഫ്റ്റിലുള്ളവർക്ക് പോലും ഷഫിൾ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. പക്ഷെ നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് എല്ലാവർക്കും ഒരേപോലെ കാണുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് കണ്ട അതേ രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യന്റെ ഓർഡർ വരുന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ. അപ്പോ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പോൺസ് ഷീറ്റ് നോക്കി ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുള്ള ടൈം പറയുന്നത് 13-ാം തീയതി വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് മുതൽ 16-ാം തീയതി വൈകിട്ട് വരെയാണ്. ജനുവരി 16 വൈകിട്ട് 6 മണി വരെയാണ് ആ ഒരു ചലഞ്ചിങ് ടൈം. അപ്പൊ ഈ ഒരു ടൈമിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഒരു റെസ്പോൺസും വാലിഡ് അല്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് SSC എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി എൻ്റെ ആൻസർ ഷീറ്റ് നോക്കാൻ പറ്റുമോ, എൻ്റെ റെസ്പോൺസ് ഷീറ്റ് നോക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ഡൗട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ തരുന്ന ഈ 3 ദിവസങ്ങളിലല്ലാതെ നമുക്ക് റെസ്പോൺസ് ഷീറ്റ് നോക്കാനായിട്ട് സാധിക്കില്ല. പിന്നീട് അത് ചെക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ കിട്ടണ അവസരം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. അതും സ്പെസിഫൈ ചെയ്ത് തന്നെ SSC പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ യൂസിനും സെൽഫ് അനാലിസിസിനും മാത്രം ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ യൂസ് ചെയ്യുക. എനിവേ ഈ ഒരു 16-ാം തീയതി 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ദിവസങ്ങളിൽ നോക്കുക, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫിന് അടുത്തൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ദെൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 50 രൂപ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ മറക്കാതെ കയറി നോക്കി നിങ്ങളുടെ ആൻസർ റെസ്പോൺസ് ഷീറ്റ് നോക്കുക, മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഇനി SSC CPO കഴിഞ്ഞു. അടുത്ത വരാൻ പോകുന്ന SSCയുടെ എക്സാം എന്ന് പറയുന്നത് SSC MTS എക്സാം ആണ്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഡേറ്റ് നീണ്ടു പോയി ഫൈനലി SSC ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 4-ന് നിങ്ങളുടെ എക്സാം ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഒക്കെ പഠിച്ച് സെറ്റായിട്ടൊക്കെ ഇരിക്കായിരിക്കും അല്ലെ. ഇനി ലാസ്റ്റ് റൗണ്ട് എന്താണ്? ലാസ്റ്റ് റൗണ്ട് ഫുൾ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുക, ഒരു 1 ഷോട്ട് റിവിഷൻ ഒക്കെ നടത്തുക. അപ്പൊ ലാസ്റ്റ് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഇങ്ങനെയാണ് എനിക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, ഞാൻ പഠിക്കുന്നതൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് പഠിക്കുന്നതൊക്കെ ഫുള്ള് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, അതിന്റെ അനാലിസിസ് ചെയ്ത് നോക്കുക. അപ്പോഴേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പേപ്പറിലോട്ട് പകർത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സാമിന് ഫുൾ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് വിത്ത് മോക്ക് ടെസ്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20 ഫുൾ ലെന്ത് ടെസ്റ്റുകൾ അല്ലെ, 20 ഫുൾ ലെന്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1500-ലധികം MTS എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്രാഷ്
ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഒരു ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് അല്ലെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്, മാക്സിമം PYQs MCQ ചെയ്ത് നോക്കുക, എങ്കിലും നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതും ഈ റീസന്റ് പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ പോവുക. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് മറക്കാതെ നമ്മുടെ എക്സാം സീരീസ് പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് AZB ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും കോഴ്സ് പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്